ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഴുത്ത തക്കാളി വെച്ചിട്ടുള്ള പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴറ്റി ചേർത്ത് സ്വാദിഷ്ടമായ പച്ചടിയായത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണാം. നല്ലതുപോലെ പഴുത്ത തക്കാളിപ്പഴം 3, അധികം വിളയാത്ത എരിവ് കുറഞ്ഞ പച്ചമുളക് 5, 2 ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് കനം കുറച്ച് പൊടിയായിട്ട് അരിയണം. ഇഞ്ചി കനം കുറച്ച് കൊത്തി അരിഞ്ഞ ശേഷം ഇടികല്ലിൽ ചതച്ചെടുക്കാം. തക്കാളിപ്പഴം ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്, 10 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി 2 വറ്റൽമുളക് മുറിച്ച് ചേർക്കാം. കുറച്ച് കറിവേപ്പില. കടുക് വറുത്ത് മാറ്റിയ ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റും. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി 1 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോവാതെ. ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കേണ്ടുന്നത്. 2 മിനിറ്റ് ഇളക്കിയ ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം വെള്ളം വറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇളക്കി വറ്റിച്ചാൽ മതി. വെള്ളം ഒഴിക്കുകയോ ചെയ്യരുത്. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം തക്കാളിയിലുണ്ട്. ഉപ്പ് 1 ടീസ്പൂൺ. ഇനി 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. കഷ്ണം നന്നായിട്ട് വേകണം, വെന്ത് ഉടഞ്ഞു പോകരുത്. പച്ചടിയിൽ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കണം. വറ്റിയ ശേഷം നമുക്കിത് ഓക്കെ. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ പാകത്തിന് വേകണം. ഇനി നല്ലപോലെ തണുത്ത ശേഷം മാത്രമേ തൈര് ഒഴിക്കാവൂ. നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ച് ഇളക്കി നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ഒഴിച്ചാൽ മതി. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി കടുക് വറുത്തതും കൂടി ഇട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.